5 വർഷത്തെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണ് UDF വിജയമെന്ന് കോഴിക്കോട് നോർത്തിൽ നിന്നും വിജയിച്ച അഡ്വക്കേറ്റ് കെ ജയന്ത്. വികസനമില്ലാത്തതും ഭരണവിരുദ്ധ വികാരവും ജനങ്ങൾ മാറി ചിന്തിക്കാൻ കാരണമായി എന്നും കെ ജയന്ത് മീഡിയ വണ്ണിനോട് പറഞ്ഞു. കോഴിക്കോട് നോർത്തിൽ നിന്നും വിജയിച്ച UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ജയന്ത നമുക്കൊപ്പം ചേരുന്നുണ്ട്. നോർത്ത് എന്ന് പറയുന്നത് ഒരു ഇടതുകോട്ടയായിരുന്നു, അതാണ് പൊളിച്ച് ഇപ്പോൾ അവിടെ വിജയിച്ചിരിക്കുന്നത്. എങ്ങനെ തോന്നുന്നു, എന്താണ് പ്രതികരണം? അഭിമാനമുണ്ട്. ഈ നിൽക്കുന്ന ആളുകളാണ് യഥാർത്ഥ വിജയശില്പികൾ. ഇവർ കഴിഞ്ഞ കുറേ കാലമായി ഊണുറക്കു കഴിഞ്ഞ് പ്രവർത്തിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ഇലക്ഷൻ ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷമായി ഈ ജില്ലയിലെ UDFനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളൊരു ടീമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് 13 സീറ്റും ജയിക്കുന്നു. ബേപ്പൂർ മാത്രമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഇതൊരു യോജിച്ച പ്രവർത്തനത്തിൻ്റെ വിജയമാണ്. 2, പിണറായി വിജയൻ്റെ ഭരണത്തോടുള്ള ജനങ്ങളുടെ കടുത്ത പ്രതിഷേധം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള സത്യമാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എല്ലായിടത്തും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത് UDF LDF തമ്മിലല്ല മത്സരം, മറിച്ച് UDFനെ നയിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളാണെന്ന്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചിട്ടുണ്ട്. നിലവിൽ കോഴിക്കോടിൻ്റെ ഒരു ചിത്രം പരിശോധിച്ചാൽ നമ്മൾ സാധാരണയായി 2 UDF ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ അങ്ങനെയല്ല ചിത്രം. അപ്പോൾ പൊതുവിൽ UDFൽ വലിയൊരു മുന്നേറ്റം കൂടെ ഉണ്ടാക്കാൻ സാധിച്ചു അല്ലേ? തീർച്ചയായും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ 5 വർഷത്തെ അധ്വാനം. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നമ്മൾ ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുത്ത് 70-ൽ 44 പഞ്ചായത്ത് ഞങ്ങൾ ജയിച്ചു. 2 ടോസിലാണ് നഷ്ടപ്പെട്ടത്. കോർപ്പറേഷൻ നിങ്ങൾക്കറിയാം, വെറും 64 വോട്ടിനാണ്. മീഡിയ വണ്ണിനെയാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ അന്ന് ആ പരിക്കേറ്റ് കിടക്കുമ്പോൾ ഫസ്റ്റ് ബ്രേക്ക് ചെയ്തത് മീഡിയ വണ്ണാണ്. ഇവിടെ ഡീലിമിറ്റേഷനിലൂടെ BJP CPM സഹായിച്ചതാണെന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വെറും 64 വോട്ടിന്, ഒരു 16 വോട്ട്, ഒരു 17 വോട്ട്, ഒരു 19 വോട്ട്, ഒരു 22 വോട്ട്, ഇത്രയും വോട്ടിനാണ്